കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് CJ റോയ്. ഞാൻ ആ വിഷയത്തിൽ ആകെ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യാതിരുന്നത് ഒന്ന് ഹോൾഡ് ചെയ്തതാണ്. വൈ ബിക്കോസ് ആ വ്യക്തിയുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ്സ് ഓവർ നൗ. ഇന്ന് രാവിലെ വന്നൊരു ന്യൂസാണ്. റോയിയെ ചോദ്യം ചെയ്തിട്ടില്ല. ആദായ നികുതി വകുപ്പ് വാദങ്ങൾ ശരിവെച്ച് പോലീസ്. മരണത്തിന് തൊട്ടു മുമ്പ് IT വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ല. CCTVയിൽ ഇത് വ്യക്തം. ഇവിടെ കുറേ ക്ലെയിമുകൾ ഉണ്ടായിരുന്നു. CCTV വിഷ്വൽസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഒരു മാസം മുമ്പോ ഒരാഴ്ച മുമ്പോ CCTV വിഷ്വൽസൊക്കെ റൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വർക്കിംഗ് അല്ലാതായിട്ടുണ്ട്. ബട്ട് പോലീസ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. IT വകുപ്പ് ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഡോക്ടർ CJ റോയ് എന്ന് പറഞ്ഞ ഈ വ്യക്തി എന്തിനാണ് സ്വയം ഇല്ലാതായത്? ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫണ്ടിൻ്റെ സോഴ്സ് അദ്ദേഹത്തിന് ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും, അഭിമാനം, അദ്ദേഹം കെട്ടിപ്പൊക്കിയ ആ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിന് ഏറ്റവും വലിയ മോശമായ രീതിയിലുള്ള കോട്ടം തട്ടും ഈ IT റെയ്ഡിൻ്റെ ബാക്കി ഫർദർ ഫ്യൂച്ചർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ട് സ്വയം ഇത് ഓപ്റ്റ് ചെയ്ത് വെച്ച പോലെയാണ്. ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഞാൻ പറയുന്നു. CJ റോയ് എന്ന് പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ വ്യക്തിയെ ഒരു ഭയങ്കര നന്മപരമായി, അല്ലെങ്കിൽ ഭയങ്കര ചാരിറ്റി ചെയ്യുന്ന, എല്ലാവരെയും സഹായിക്കുന്ന ആ ഒരു ആംഗിളിൽ ആ വ്യക്തിയെ റീൽസിലൂടെയും അല്ലെങ്കിൽ PR ടീം പുഷ് ചെയ്യുന്ന വീഡിയോകളിലൂടെയും കണ്ട് അങ്ങനെ മാത്രം വിലയിരുത്തി അത് മാത്രം മനസ്സിൽ വെച്ച് നടക്കുന്നവർക്ക് ഇത് കുറച്ച് വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയുന്നു, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നീ എന്ത് ചെയ്തു, നീ കാറിലിരിക്കല്ലേ എന്നുള്ള ചോദ്യമായിട്ടൊന്നും എൻ്റെ അടുത്ത് വരണ്ട. ഓക്കെ, പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് പോകും. ഫൈൻ. അപ്പോൾ ഡോക്ടർ റോയ്, ഞാൻ പറയുന്നു, ഹീസ് പ്രിപ്പയർഡ് ഫോർ ദിസ്. കറക്റ്റ് ഈ ദിവസം, ആ ടൈം ഡോക്ടർ റോയ് ചൂസ് ചെയ്തതാണ്. അതിന് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഒന്നാമത്തെ വിഷയം, ഡോക്ടർ റോയ് ഈ IT റെയ്ഡ് തടയാൻ വേണ്ടി കോടതിയിലേക്ക് പോയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ഫൈൻ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഇൻ്റർവ്യൂ, നിങ്ങളും കണ്ടു കാണും എന്നെ പോലെ തന്നെ. ആ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിനകത്ത് ഡോക്ടർ റോയ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ വണ്ടിയുടെയും നമ്പറിന്റെ അവസാനം 1475 വരുന്നുണ്ട്, 1675, 1875, 75 മൊത്തം അവസാനിക്കുന്നത് കാണുന്നത്. എന്റെ ലക്കി നമ്പർ 3 ആണ്. അപ്പോൾ ഐ ഗോ ഫോർ എ ടോട്ടലിംഗ് ഓഫ് 3. 7 and 5 12. 1 and 2 3. എന്റെ ഇന്ത്യയിലത്തെ എല്ലാ കാർ നമ്പറും 3 ആണ്. നമ്പർ 3. ഓക്കെ, ദുബായിൽ 3 കിട്ടില്ല. അത് റോയൽ ഫാമിലിയുടെ നമ്പറാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തൊരു സിസ്റ്റമാണ്. എങ്ങനെയാണ് 3 ലക്കി നമ്പർ ആവുന്നത്? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12th ഫെബ്രുവരി. എന്റെ ഭാര്യ 21st ഫെബ്രുവരി. എന്റെ മോള് 3rd മെയ്. മോൻ മാത്രമാണ് 16th വന്നത്. അപ്പോ ഈ 3 എന്റെ ലൈഫിൽ കുറെ കളിച്ചിട്ടുണ്ട്. എന്റെ ഫാദർ തൃക്കേട്ടയാണ്, ഞാൻ തൃക്കേട്ടയാണ്, എന്റെ ബ്രദർ തൃക്കേട്ടയാണ്. എല്ലാം 3 കിടന്ന് കളിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ന്യൂമറോളജിയാണ് ഇത് 3. ബട്ട് ഇറ്റ് ഹാസ് ബീൻ വെരി സക്സസ്ഫുൾ. നമ്പർ 3 ഒരുപാട് വിശ്വസിച്ചിരുന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സക്സസിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഈ 3 എന്ന് പറഞ്ഞ നമ്പർ അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ട് ചുറ്റപ്പറ്റി നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഈ വ്യക്തിയുടെ മരണസമയം ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. ദ ടൈംസ് ഓഫ് ഇന്ത്യനെ കൊടുത്തിട്ടുള്ള ന്യൂസാണ്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the 57-year-old real estate tycoon allegedly shot himself on the left side of the chest using his pistol between 3 PM and 3:10 PM. ഉച്ചയ്ക്ക് 3-നും 3:10-നും ഇടയിൽ. ഇതൊരു കോയിൻസിഡൻസ് മാത്രമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? IT ഉദ്യോഗസ്ഥർ റെയ്ഡിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിയെ വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നില്ല, വേറെ അവിടെ പ്രഷറിങ്ങോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. കൃത്യം ഓഫീസിലെത്തുന്ന വ്യക്തി അമ്മയെ ഫോൺ വിളിക്കാനാണ് എന്ന് പറഞ്ഞ് വേറൊരു സെപ്പറേറ്റ് ഓഫീസ് റൂമിലേക്ക് പോകുന്നു.
അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി അദ്ദേഹം കാണുന്ന, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും വാല്യുബിളായിട്ട് കാണുന്ന ആ ഒരു നമ്പർ 3, ആ 3 മണി ചൂസ് ചെയ്യുന്നു. അദ്ദേഹം സ്വയം ഇല്ലാതാവുന്നു. കോയിൻസിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നില്ല. ബിക്കോസ് ഡോക്ടർ റോയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഹീ ചൂസ് ദാറ്റ് ടൈം. ആ ടൈം അദ്ദേഹം ചൂസ് ചെയ്തതാണ്. കൃത്യമായിട്ട് ആ 3 മണി ചൂസ് ചെയ്തു. ലക്കി നമ്പർ തന്നെ ചൂസ് ചെയ്തു. ആ ടൈമിൽ തന്നെ അദ്ദേഹം പോയി. ആൻഡ് ഹീ ഈസ് പ്രിപ്പയർഡ് ഫോർ ദിസ്. അതിൻ്റെ കാരണം എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് സംശയങ്ങളെ ഉന്നയിക്കാൻ പറ്റൂ. കൃത്യമായ കാരണം എന്താണെന്നുള്ളതൊക്കെ പോലീസോ CBI ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മളെ സംശയങ്ങൾ നമ്മൾ വെച്ചിട്ട് പോകും. ഓക്കെ, ഞാൻ എൻ്റെ സംശയം വെച്ചിട്ട് പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം കമൻറ്റ് ബോക്സിൽ വയ്ക്കാം. അപ്പോൾ ഈ 3 മണി എന്ന് പറഞ്ഞ സമയം, അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞ നമ്പർ ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു കോയിൻസിഡൻസ് ആവാൻ വഴിയില്ല. ഏറ്റവും അടുത്തുള്ള CJ റോയുടെ ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്ക് എത്ര, എങ്ങനെ, എത്ര കിട്ടാൻ, എത്ര കൊടുക്കാൻ, എവിടുന്ന്, എന്താ, എല്ലാ ഡീറ്റെയിൽസും പ്രിപ്പയർഡ് ആയിരുന്നു. 3 മണി അദ്ദേഹം ചൂസ് ചെയ്തു. ബട്ട് വൈ എന്നുള്ളൊരു ചോദ്യം മാത്രം അവിടെ ഇനിയും ബാക്കി നിൽക്കുകയാണ്. ഇനി ഇതേ ഇൻ്റർവ്യൂവിലെ വേറൊരു പോർഷൻ. ഇപ്പം നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു. ഞാൻ കരയില്ല. ഐ വിൽ നോട്ട് ഡു എനിത്തിങ്. ഞാൻ പങ്കുച്ച് കളിക്കും. ഐ ബി വെരി ഹാപ്പി. സോ ഐ സേ ദാറ്റ് നമ്മളെല്ലാം ഈ ബക്കറ്റ് ലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? യുവർ വിഷസ്. എന്റെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു. ഒന്നുമില്ല. For me, life is a celebration. Yes. Every day I enjoy my life. ഞാൻ 12 മണി കഴിഞ്ഞ് ഉറങ്ങും. ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. അതായത് ഒരു മനുഷ്യൻ ലൈഫിൽ തീരുമാനിച്ച് വെച്ച പോലത്തെ സംസാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് ആ വ്യക്തി ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്, സംവെയർ എൻ്റെ കർമ്മ എനിക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഈ IT റെയ്ഡ് തുടങ്ങിയത് മുതൽ ഈ വ്യക്തി ഡിസ്റ്റർബ്ഡ് ആണ്. പക്ഷേ അയാളുടെ ബോഡി ലാംഗ്വേജിലോ മാനറിസത്തിലോ ഒന്നും ഇത് കാണിക്കുന്നില്ല. ബട്ട് ഹീ ഈസ് പ്രിപ്പയർഡ് ഫോർ സംതിങ്. ലൈഫിൻ്റെ എല്ലാം കണ്ടു, എല്ലാം അറിഞ്ഞു, എല്ലാം അനുഭവിച്ചു. ഇനി ഞാൻ ഉണ്ടാക്കിയ സാമ്രാജ്യം പേരുദോഷം എന്നെ കൊണ്ട് വരാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് ചെയ്തികൾ കൊണ്ട് വരാൻ പാടില്ല എന്ന് തീരുമാനമെടുത്ത ഒരാൾ ആ സിറ്റുവേഷൻ ചൂസ് ചെയ്തു. കൃത്യമായ ആ സിറ്റുവേഷനിൽ അങ്ങോട്ട് സ്വയം ഇല്ലാതായി. ഹീ ഈസ് എ ബ്രില്യൻ്റ് മാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഈ റോയുടെ ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം കാര്യങ്ങൾ നിങ്ങളൊക്കെ ഇപ്പോൾ കുറേ ചാനലിലൊക്കെ വന്നു പോയിട്ടുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. അതിൽ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി, എൻ്റേതായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നുള്ളൊരു പേര് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഓക്കെ, ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഒരു എംപ്ലോയി ആയിരുന്ന, പിന്നെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ മാനേജിങ് ഡയറക്ടർ ബോർഡിലേക്ക് വന്ന ഈ പറഞ്ഞ CJ റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിനോട് ചെയ്തത് എന്ത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ വരുന്നുണ്ട്. അതായത് CJ റോയ്ക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം കെട്ടിപ്പൊക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഫിനാൻഷ്യൽ ഒരു സാധനം വേണം, ഒരു ക്യാപിറ്റൽ വേണം. അത് ചില്ലറ ക്യാപിറ്റലല്ല. അതൊക്കെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും സംശയപരമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യിക്കാൻ ഈ ഇൻ്റർവ്യൂവിൽ ഈ ചങ്ങായി ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്കും കൂടി നമുക്ക് പോകുന്നുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ ഓരോ പോർഷൻസ് ഞാൻ വെച്ചിട്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ കണക്ഷൻ നമുക്ക് സംസാരിക്കാം. എന്നാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ മാത്രം നിൽക്കുന്നതല്ല CJ റോയുടെ കർമ്മ എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ബിസിനസ് ടൈക്കോൺ എല്ലാം മറ്റേ നന്മയുടെ വഴിയിൽ നന്മ മാത്രം ചെയ്ത്, നല്ലത് മാത്രം ചെയ്ത് ഇത്രയും പൊങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കാം. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്നുണ്ടെങ്കിൽ ചോര വീണിരിക്കും ചതിയുടെ കഥ ഉണ്ടാവും. അല്ലാതെ വരാൻ സാധ്യതയില്ല. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ മലയാളികളും കന്നഡികാസിനോടും അല്ലെങ്കിൽ വേറെ വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ നിൽക്കുന്നവരോട് നിങ്ങൾ ചോദിക്കുക, there are a lot of stories. കണ്ടമാനം സ്റ്റോറീസ് ഉണ്ട്. ഞാൻ ഒരു 2008 മുതൽ 2020-21 ആ ടൈമിലൊക്കെ ബാംഗ്ലൂർ, ഇപ്പോഴും ഞാൻ ഷട്ടിലാണ് പോയി വരാറുണ്ട്. സോ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ബാംഗ്ലൂരിലുള്ളൊരു മനുഷ്യനാണ്. അത്യാവശ്യം എനിക്ക് ബാംഗ്ലൂർ കണക്ഷൻസും ഉണ്ട്, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നവരുണ്ട്. സോ അവരിൽ നിന്ന് അറിഞ്ഞ ഡീറ്റെയിൽസും കൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. എന്താണെങ്കിലും
ഇവിടെ DK രവി, ഓക്കെ, an IAS ഓഫീസർ. ഇത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇപ്പോഴും കർണാടകയിൽ കത്തിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. ഈ DK രവി ഇദ്ദേഹം മരണപ്പെടുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മരണം CBI ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ DK രവിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പേര് അന്നു മുതലേ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം കോലാറുള്ളൊരു കോൺട്രവേഴ്ഷ്യൽ ലാൻഡ് ഉണ്ടായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്. ഈ വ്യക്തി അവിടെ IAS ഓഫീസറായി വന്നത് മുതൽ ഈ പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോലാറുള്ള ലാൻഡിൻ്റെ മുകളിലുള്ള ഡിസ്പ്യൂട്ട്സ് കണ്ടുപിടിച്ച് അത് കൃത്യമായി അത് ഗവൺമെൻറ്റിനെ ധരിപ്പിച്ച് അത് കോടതി ധരിപ്പിച്ച് 48 ഏക്കർ ഓഫ് ഗവൺമെൻറ് ലാൻഡാണ് ഇവിടെ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റും അന്നത്തെ ഗവൺമെൻറ്റും, അതായത് 2014-15 ടൈമിലുള്ള ഗവൺമെൻറ്റും ഈ പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും റോയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധങ്ങളും എങ്ങനെ ഗവൺമെൻറ് ഭൂമി 48 ഏക്കർ എങ്ങനെയാണ് കോലാറിൽ തരം മാറിയത്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയത്, അതെങ്ങനെ അവർ എൻക്രോച്ച് ചെയ്തു, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച ഓഫീസർ, അയാളുടെ മരണം സ്റ്റിൽ അന്വേഷണം. അന്ന് മുതൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയ്ക്കും എതിരെ വിരലുകൾ ചൂണ്ടപ്പെട്ടിട്ടുണ്ട്. ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ വിരലുകൾ ചൂണ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കേസുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വിരലുകൾ ഇവർക്ക് നേരെ CJ റോയ്ക്കും കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനും നേരെ ചൂണ്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല സ്ലോവാക്യയുമായിട്ടുള്ള ബന്ധം, അത് വേറൊരു കേസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇൻ്റർവ്യൂവിലെ കുറച്ച് മേജർ പോർഷൻസ് എടുത്ത് വെച്ച് നമുക്കൊന്ന് നോക്കാം. അതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പും സ്ലോവാക്യയും ബാക്കി കാര്യങ്ങളും സംസാരിക്കാം. എന്നെ നിങ്ങൾ പുറത്ത് കാണുന്നത് ഒരു വേറെ മുഖമാണ്. അതെ, ഞാൻ ടോട്ടലി ഒരു മറ്റൊരു മുഖമാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് എടുക്കുക, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. അതെ, എനിക്കൊരു ക്യാമറമാൻ ഇല്ല. എന്റെ ക്ലീനിങ് ബോയ് ആണ് എന്റെ വീഡിയോ എടുക്കുക, എന്റെ ഡ്രൈവറാണ് എന്റെ വീഡിയോ. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത്. കാരണം നമ്മൾ കൂടെ സഞ്ചരിക്കും, യാത്ര ചെയ്യുമ്പോൾ പിറകിൽ നമ്മൾ അറിയാതെയൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു കാലത്തിലൂടെ പോകുമ്പോൾ സ്വന്തമായിട്ട് ക്യാമറമാനും കാര്യങ്ങളും ഇല്ലാതെയാണ്. ഒരു സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് എനിക്കില്ല. അട്ടർ ബ്ലണ്ടർന്നേ ഞാൻ ഇതിന് പറയുള്ളൂ. അതായത് ഒരു ഹെവി മാസ് PR-ൻ്റെ ഇര എന്ന് പറയാൻ നമുക്ക് ഈ CJ റോയിനെ എടുത്ത് വെച്ച് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ നോർമൽ പൈസക്കാരൻ, ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ചില പേപ്പറിലും ചിലപ്പോൾ കുറച്ച് TV-ലൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡൊക്കെ കൊടുത്ത് പോകുന്നൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു. അയാളുടെ സാമ്രാജ്യം വലുതാവുന്നു, ജസ്റ്റ് ഓണറുടെ പേര്. അങ്ങനെ എത്രയോ കമ്പനികളില്ലേ, അങ്ങനെ എത്രയോ ബിസിനസ് പ്രസ്ഥാനങ്ങൾ നമുക്കറിയാം. ഓണറുടെ പേര് നമുക്കറിയാം, ചിലപ്പോൾ ഫോട്ടോ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അവർക്കൊരു പ്രൈവറ്റ് ലൈഫായിരിക്കും. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏഷ്യാനെറ്റിൽ ഇയാൾ ഫണ്ട് ചെയ്ത പ്രോഗ്രാം മുതൽ ഇയാൾക്ക് ആവശ്യം എന്ന് പറയുന്നത് ആളുകളുടെ മുന്നിലേക്ക് സെൽഫ് PR ചെയ്ത് മുന്നോട്ട് പോവുക, കാശ് കൊടുത്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, സാറ്റലൈറ്റ് ചാനൽ വഴി PR ചെയ്ത് ബ്രാൻഡ് വളർത്തുക, PR ചെയ്ത് ബ്രാൻഡ് വളർത്തുക, സെൽഫ് PR ചെയ്ത് ബ്രാൻഡ് വളർത്തുക, ആളുകളുടെ ഇടയ്ക്ക് ആ ബ്രാൻഡിനെ സ്വയം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ മീമോ ട്രോളോ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചാരിറ്റി ആയി. ഇപ്പോൾ അത് സ്വയം അയാൾ ബിൽഡ് ചെയ്തെടുത്തൊരു ഐറ്റമാണത്. ഇപ്പോൾ ലൈഫിൻ്റെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഇയാൾക്ക് ബേർഡൻ ആയത് എന്താ അറിയോ, CJ റോയ്ക്ക് ഒരു ദൈവം, നന്മമരം, ചാരിറ്റി നന്മമരം, ആളുകൾക്ക് എന്താ മുന്നിലേക്ക് ഇങ്ങനെ CJ റോയ് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഏറ്റവും നല്ല മനുഷ്യൻ എന്നുള്ളൊരു സാധനം തന്നെ PR ചെയ്ത് പോർട്രേറ്റ് ചെയ്ത് വിട്ടതുകൊണ്ട് IT ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇയാളുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിൻ്റെ സോഴ്സ് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാക്കാൻ പറ്റാതെ ഇതിലിനി രാജ്യദ്രോഹപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫണ്ട് വെളുപ്പിക്കുന്ന പരിപാടി ഉണ്ടോ, ബ്രാൻഡിൻ്റെ പേര് മനസ്സിലായോ, ബ്രാൻഡിൻ്റെ പേര് സ്വന്തമായിട്ടുള്ള പേരിന് പേരുദോഷം വരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ എന്നുള്ള പേടിയിലേക്ക് ഇയാൾ എത്തിക്കാൻ കാരണം എന്താ. അപ്പോൾ നോർമൽ ഒരു ബ്രാൻഡ് മുതലാളിക്ക് വലിയ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ പബ്ലിസിറ്റി ഒന്നുമില്ല. അയാൾക്ക് IT റെയ്ഡ് വരും, ED റെയ്ഡ് വരും, നമ്മളൊന്നും അറിയ പോലുമില്ല. ചില ബ്രാൻഡിൽ വന്നു എന്നറിയാം, അതിൻ്റെ മുതലാളിക്കോ അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർക്കോ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇയാളത് അങ്ങനെയല്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുഖം തന്നെ ഈ CJ റോയാണ്. അത് വന്നത് എങ്ങനെയാണ്, അങ്ങ് ഏഷ്യാനെറ്റ് മുതലുള്ള ഇവരുടെ ഈ സെൽഫ് PR സാധനം കണ്ട, ഇത് ഡൗൺ ടു എർത്ത് വർത്താനമാണ്. എല്ലാ പൈസക്കാരും ചെയ്യുന്ന പരിപാടി. അയ്യോ എനിക്കൊന്നുമില്ല, ഞാൻ വളരെ ഡൗൺ ടു എർത്താണ്, ഞാൻ വളരെ പാവമാണ്, ആയിരിക്കാം, അല്ല എന്ന് പറയുന്നില്ല. പക്ഷേ PR-ങ്ങിൻ്റെ കേസിൽ
ഇയാളൊരു ബുദ്ധിരാക്ഷസനായിരുന്നു അല്ലാന്ന് ആർക്ക് പറയാൻ പറ്റും. ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ മുതൽ ഇപ്പോൾ ഇയാളുടെ മില്യൺ ഉള്ള അക്കൗണ്ട് ഉണ്ടാക്കിയത് വരെ, അതായത് ജോജി തമ്പിക്കൊപ്പം ഗിവ് അവേ ചെയ്യുന്ന, അതായത് ദ മോസ്റ്റ് മോഡേൺ PR ടെക്നിക്ക് വരെ യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ഈ ഇരുന്ന് പറയുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് വലിയ ബന്ധമില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഞാൻ അങ്ങനെ ഡീൽ ചെയ്യാറില്ല, ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, ഞാൻ അങ്ങനെ ടീമിനെ വയ്ക്കാറില്ല എന്നുള്ളത്. നോ, ദാറ്റ്സ് എ ബിഗ് ക്രോസ്. മനസ്സിലായില്ലേ? ആൻഡ് ഇയാളുടെ ലൈഫിൽ ഇങ്ങനൊരു മാനഹാനി ഇയാൾ പേടിക്കേണ്ട അവസ്ഥ എത്തിയത് എന്താ പറയുക? പബ്ലിക്കിന് മുന്നിൽ ഈ ദൈവം ഇമേജിലേക്ക് ഈ PR ഇയാളെ വളർത്തിയത് കൊണ്ടും ആ വളർച്ചയിൽ ഇയാൾ സന്തോഷിച്ചത് കൊണ്ടുമാണ്. ഒരു ഇത്തിരിയെങ്കിലും നെഗറ്റീവ് വരുന്നത് ഇവർക്കാർക്കും സഹിക്കാൻ പറ്റില്ല. വന്നവർ തീരും, അങ്ങനെ പേടിച്ച് തീർന്നാന്ന് തോന്നുന്നത് എനിക്ക്. മനസ്സിലായില്ലേ? ലെറ്റ്സ് വാച്ച്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലേക്ക് എത്തുന്നത്? എന്റെ അമ്മയ്ക്ക് ഒരു ഹോബി ഉണ്ടായിരുന്നു, ചെറിയ പ്ലോട്ട് വാങ്ങിയിട്ട് വീട് കെട്ടി വിളിക്കുക. ഓക്കെ, അമ്മ SSLC ആയിരുന്നു അമ്മയുടെ കാലത്ത്. SSLC is a big qualification. ബ്ലഡിലുണ്ട് ബിസിനസ്, ബ്ലഡിലും ഉണ്ടായിരുന്നു. അമ്മ സ്ട്രോങ് ബിസിനസ് മാൻ ഇപ്പോഴും ഉണ്ട് അമ്മ. അപ്പൊ ഞാൻ അമ്മയുടെ അക്കൗണ്ടന്റ് ആയിരുന്നു. അമ്മയുടെ അക്കൗണ്ടന്റ് ചെറിയ പ്രായം, ഒരു 10-12 വയസ്സുള്ളൂ. അപ്പൊ എനിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കേണ്ട ആ ഒരു ഫ്രീഡവും കിട്ടിയിട്ടില്ല. അപ്പൊ എപ്പോഴും അമ്മയുടെ കൂടെ അപ്പന്റെ കൂടെ ഒന്നിലും ബിസിനസ്സിലായിരിക്കും, ഇതായിരിക്കും. അപ്പൊ ഈ കൂടെ പോകുമ്പോ അമ്മയ്ക്കൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇത്ര കോൺക്രീറ്റ്, ഇത്ര സ്റ്റീൽ, അതെല്ലാം അമ്മ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ അമ്മയുടെ നോക്കണ്ട ഇത് എങ്ങനെ ചെയ്യുന്നു. പിന്നെ അമ്മ ഇത് കെട്ടി വെക്കുമ്പോ നല്ലൊരു പ്രോഫിറ്റും വരും. ഞാനല്ല അക്കൗണ്ടന്റ്, അപ്പൊ എനിക്കറിയാലോ. ഏത് വർഷത്തെ കാര്യം പറയുന്ന? ഇത് എനിക്കൊരു 12 വയസ്സിന്റെ 12-13 വയസ്സ്. 12-13 വയസ്സിൽ അമ്മ സ്ഥലക്കച്ചവടം, അതായത് സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ടാക്കി വിൽക്കുന്ന കച്ചവടം ചെയ്തിരുന്നു. യെസ്, ബാംഗ്ലൂരാണ്. ഓബിയസ്ലി ഈ പറഞ്ഞ പോലെ ലാൻഡാണ് അവിടെ ഗോൾഡ് എന്ന് പറയുന്നത്. അവിടെ നിലം സ്വർണ്ണമാണ്. ഓക്കെ, പഴയ കാലഘട്ടത്തിലെ ലാൻഡ് ലോഡ്സാണ് ഇപ്പോൾ അവിടെ ബാംഗ്ലൂർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥലം കൈവശമാക്കിയവർ, സ്ഥലം കൈവശമുള്ളത് വിറ്റവർ, അല്ലെങ്കിൽ ഇതേപോലെ ബിൽഡേഴ്സ് ആയവരൊക്കെയാണ് അവിടുത്തെ ബിഗ് ഷോട്ട്സ്. 12 വയസ്സിൽ അമ്മ സ്ഥലക്കച്ചവടം അല്ലെങ്കിൽ സ്ഥലത്ത് വീടുണ്ടാക്കി ചെയ്യുന്ന കച്ചവടത്തിൽ നിന്ന് ഇൻസ്പയർഡായി എന്ന് എന്ന ഈ ഒരു സ്റ്റോറി, ഇത് എത്രത്തോളം ക്രെഡിബിൾ ആണെന്ന് എനിക്ക് പേഴ്സണലി ഇതിലൊരു ക്രെഡിബിലിറ്റി തോന്നുന്നില്ല. HP-യിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള വ്യക്തി ഈ സംഗതികൾ മൊത്തം, ഈ ലാൻഡും അതിൻ്റെ ഡീലും പരിപാടികളൊക്കെ പഠിക്കുന്നത് അയാളുടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കണം. ഈസ് എ മാർക്കറ്റിംഗ് ബുദ്ധിജീവി. ബട്ട് സ്ഥലം, നിലം, അതിൻ്റെ വിൽപ്പന, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ഇതൊക്കെ അമ്മയിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് എനിക്കല്ല, ബാക്കിയുള്ളവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതെനിക്ക് ഈ പൈസക്കാർ എഴുതിണ്ടാക്കുന്ന അവരുടെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, ഒരു സ്റ്റോറി. ഇപ്പോൾ നമുക്കാർക്കും ഇത് ചകഞ്ഞ് പോകാൻ പറ്റില്ലല്ലോ. സീജറോയുടെ അമ്മ ആരാന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നോ നമുക്ക് ചകഞ്ഞ്, ഇനിയിപ്പോൾ ചെയ്തിട്ടുണ്ടാവാം, പറയാൻ പറ്റില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങേർക്ക് തന്നെ 10-60 വയസ്സ് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം അമ്മയ്ക്ക് എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയും വർഷം മുന്നുള്ള ഡാറ്റയൊക്കെ ആരുടെ ഉണ്ടാവും. അപ്പോൾ ഇവർ പറയുന്ന കഥ നമ്മൾ വിശ്വസിക്കുകയാണെന്നുള്ളൂ. അതിലൊക്കെ ബാംഗ്ലൂരിലെ നിങ്ങൾക്ക് നേരെ എടുത്തിട്ട് ഒരു ബിൽഡിംഗ് കെട്ടാൻ പറ്റില്ല. പ്ലാനിങ് അതോറിറ്റി ഉണ്ട്, BMRD എന്ന് പറഞ്ഞ അതോറിറ്റി. ഇവരെന്ത് ചെയ്തു? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കെയിം ഔട്ട് വിത്ത് റൂൾ സെയിങ് ദാറ്റ് ഇനി 1 ഇയർ ഒരു പ്ലാൻ സാങ്ഷനും കൺവേർഷനും കൊടുക്കില്ല. അപ്പൊ നോർമലി ഒരു എന്റർപ്രണർ എന്ത് ചെയ്യും? അതെ, പൂട്ടിപ്പോണ സിറ്റുവേഷൻ, പൂട്ടി പരിപാടി അവസാനിപ്പിക്കും. വി ആർ ഓൺലി 3 months ഓൾഡ്. അപ്പോഴാണ് ഈ അടി കെട്ടുന്നത്. ആരായാലും പൂട്ടി വീട്ടിൽ പോയിണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോ കാക്കനാടിൽ ഒരു പീസ് ലാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കൊച്ചിയിൽ. അന്ന് കാക്കനാട് ഒന്നുമില്ല. പിന്നെ മരടിൽ ഒരു പീസ് ലാൻഡ് ഉണ്ടായിരുന്നു, ഈ 2 പീസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ എന്തായാലും പണിയില്ല, അപ്പൊ നമുക്ക് എന്തായാലും കേരളത്തിൽ പോയി ട്രൈ ചെയ്യാം. ഇൻഫോ പാർക്കോ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് കാക്കനാട് തന്നെ കാലങ്ങൾക്ക് മുമ്പ് ആ സ്ഥലം മേടിച്ചിടാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ചീപ്പായിരുന്നു, ചെറിയ വിലക്ക് കിട്ടി. അപ്പോ എന്റെ ഒരു ഇഗ്നോറൻസ് ആണ് കേരളത്തെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഇവരുടെ കമ്പനി തുടങ്ങി, കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങി. അവർക്ക് ബാംഗ്ലൂർ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ഡീലാവാത്തത് കൊണ്ട് അവർ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, പിന്നെ ദുബായിലേക്ക് പോയി എന്നൊക്കെയാണ് ഇൻ്റർവ്യൂവിനകത്ത് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു ചിക്കാരി ശംഭു ലൈനിലുള്ള സംസാരമൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അന്ന് കാക്കനാട് മേടിച്ചു, വില പറഞ്ഞിട്ട് മേടിച്ചു, അത്രയേ ഉള്ളൂ ബേസിക്കലി. അല്ല ഇതിനകത്ത് കുറേ തല കൊണ്ടുപോയിട്ട് നാളെ കാക്കനാട് വലുതാവുന്നു അല്ലെങ്കിൽ മറ്റന്നാൾ സർജാപൂർ വലുതാവുന്നു ബാംഗ്ലൂരിലെ,
നോ, ഇറ്റ്സ് ഒന്നില്ലെങ്കിൽ ഒരു ഇൻഡ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. ഇതൊക്കെ ലാൻഡ് കച്ചവടക്കാർ ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് കുറച്ച് ഡെവലപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്സ്കേർട്സ് ആണ് വാങ്ങിയിടുക എല്ലാവരും. ഓക്കെ, കാരണം സിറ്റി ഗ്രോ ആവും, സ്പെഷ്യലി ബാംഗ്ലൂർ ഗ്രോ ആവും, കൊച്ചി ഗ്രോ ആവും എന്നൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ഔട്ട്സ്കേർട്സ് മേടിച്ച് ഇട്ടവർ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പഠിച്ച് ചെയ്യുന്നവരുണ്ടാവും, പഠിക്കാതെ ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ള വർത്തമാനത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് കാഷ്വലായിട്ട് അങ്ങേര് പറയുന്നത് വില പറഞ്ഞിട്ട് മേടിച്ചു, പിന്നെ നല്ല ഹിറ്റായി. ഓക്കെ, ഈ ലൈനാണ് ഫൈൻ. ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെ നിന്നായിരിക്കും? എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഇതായിരുന്നു. അതായത് ഇദ്ദേഹം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു 7 വർഷം, അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നോട്ട് ദിസ് പോയിന്റ്, കർണാടകയിലും കേരളത്തിലും ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്ഥലം അന്ന് മേടിക്കാനും, ഇനി വില കുറഞ്ഞ് കിട്ടിയ സ്ഥലമാണെങ്കിൽ തന്നെ അത് മേടിക്കാനും അവിടെ ബിൽഡ് ചെയ്യണ്ടേ? പിന്നെ ദുബായിലാണെങ്കിലും ബിൽഡ് ചെയ്യണം ഫ്ലാറ്റും കാര്യങ്ങളും. 100 ഫ്ലാറ്റ് ആണെങ്കിലും 50 ഇത് ബിൽഡ് ചെയ്യണം. ഇതിനൊരു മെറ്റീരിയൽ കോസ്റ്റും കാര്യങ്ങളും ഇല്ലേ? ഒരു കമ്പനിയിൽ 7 വർഷം പണിയെടുത്ത അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ മാത്രം വെച്ച് അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് അത്ര എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ഡൗട്ട്ഫുള്ളായിട്ട് വരുന്നതും അവിടെയാണ് ഈ ചർച്ച നമ്മൾ കൊണ്ടുപോകേണ്ടതും. അതായത് CJ റോയ് എന്ന് പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയുടെ വളർച്ചയുടെ ദ മെയിൻ ക്യാപിറ്റൽ, ദ ഇൻകം, ഇതിൻ്റെ എല്ലാം തുടങ്ങുന്നത് ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ തകർച്ചയിൽ നിന്നാണ് എന്നുള്ള ചോദ്യം പലരും പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പലരും അതിനുള്ള ഉത്തരവും പറയുന്നുണ്ട്. അതിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഓക്കെ, അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് വേറൊരു വീഡിയോ, അതായത് ഇതേ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് അവർ ഷോർട്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടോക്കാം. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും. ഞാനും നമ്പൂതിരി, നിനക്കറിയല്ലോ കൃഷ്ണൻ നമ്പൂതിരി, ഞങ്ങൾ സ്പ്ലിറ്റ് ആവുന്നത് 2005-ലാണ്. എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ സ്ട്രോങ് ആണ്, ഞാൻ സ്ട്രോങ് ആണ്, പുള്ളി കുറച്ച് വീക്കാണ്. അപ്പൊ എനിക്ക് ലോക്കൽ ഞാൻ ബോണം ബ്രോട്ടപ്പാണ്, എല്ലാ ലോക്കൽ സപ്പോർട്ടും എന്റെയൊക്കെയാണ്. കമ്പനിയുടെ ഫുൾ ടീം എൻ്റെ അടുത്തായിരുന്നു. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും, ഇത് തെറ്റ്. എന്തായാലും അവർക്ക് എന്താ വരച്ചത് അവർക്ക് വരും. ചേട്ടൻ അപ്പൊ ഇറങ്ങി വന്നോ. അപ്പോൾ ഞാൻ പുള്ളിയൊരു മീറ്റിംഗ് വെച്ചു. നിങ്ങളുടെ അന്ന് 210 കോടിയാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തത്. ഞാൻ, പുള്ളിയുടെ വൈഫ്, പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണം? അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾ റണ്ണിങ് പ്രോജക്ട്സ് വേണം, എടുത്തോ. ഓഫീസ് വേണം, എടുത്തോ. സ്റ്റാഫ് വേണം, എടുത്തോ. പിന്നെ എല്ലാത്തരം മെറ്റീരിയൽസ് വേണം, എടുത്തോ. നിങ്ങൾക്ക് എന്താ വേണ്ടാത്തെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സർജാപുരത്തെ ലാൻഡ് വേണം. അന്നൊക്കെ കാട്ടുംപുറത്തെ ലാൻഡാണ്. ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നാണ്. എല്ലാം ഒരു അത്യാവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു, ഒരു ആവശ്യമില്ലാത്തത്. ഞാൻ ഓക്കെ സൈനിട്ടോളം പറഞ്ഞു. 350 സ്റ്റാഫ് ഉണ്ടായിരുന്നു അന്ന് 2005. അതിൽ 300 പേര് എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഞാൻ നമ്മുടെ വിൻസെന്റ് മാനർ ഹോട്ടലില് ബോൾ റൂം എടുത്തിട്ട് ഒരു ഡിന്നർ വെച്ചു. എന്ത് പറയാൻ വേണ്ടിയെന്നറിയോ? നിങ്ങൾ ക്രിസ്റ്റൽ വിടാൻ പാടില്ല എന്ന് പറയും. അപ്പൊ സ്റ്റാഫൊക്കെ, സാർ ഇത് പ്രശ്നമല്ലേ, അത് നിങ്ങൾ വിട്ടുപോവല്ലേ, അപ്പൊ അത് ഞങ്ങൾക്കും കമ്പനി വേണ്ട. ഞാൻ പറഞ്ഞു, അതും എൻ്റെ കുട്ടിയാണ്, ക്രിസ്റ്റലും എൻ്റെ കുട്ടിയാണ്, നിങ്ങൾ വിടാൻ പാടില്ല. അങ്ങനെ ഒരു ഡിന്നർ എൻ്റെ പേഴ്സണൽ ചെലവിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സെൻഡ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടാത്തെന്ന് ചോദിച്ചു. 35 പേര് വേണ്ടെന്ന് പറഞ്ഞു. അവരെടുത്തിട്ടാണ് ഞാൻ കോൺഫിഡൻസ് തുടങ്ങിയത്. ഇതിൽ റോയ് പറയുന്ന കഥ ഈ കഥയൊന്നുമല്ല, പക്ഷെ ബാംഗ്ലൂർ സർക്കിളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ മിസ്റ്റർ KK നമ്പൂതിരി, ഇഫ് ഐ എം നോട്ട് റോങ്, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വൈഫ് ലതാ നമ്പൂതിരി. ഓക്കെ, ഈ ലതാ നമ്പൂതിരിയും ഈ പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ റോയും ആദ്യകാലങ്ങളിൽ ഒരു ബന്ധത്തിൻ്റെ കഥയൊക്കെ ഒരു ലൈനിൽ പോകുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് വന്ന ചതിയാണ് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂർ ബേസ്ഡ്, ഞാൻ കുറച്ച് കമൻസ് ഒക്കെ ഇവിടെ സൈഡിൽ വെക്കാം. ബാംഗ്ലൂർ ബേസ്ഡ് താമസിക്കുന്ന മലയാളികളുടെ ഇടയിലും അല്ലാത്ത ലാംഗ്വേജ് ഉള്ളവരുടെ ഇടയിലൊക്കെ ഈ സാധനം വളരെ കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഫൈൻ. അപ്പം അത് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മരണശേഷം ഇത് പറയണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ റെലവൻ്റ് ആണോ ചോദിച്ചാൽ റെലവൻ്റ് ആണ്. ഫോർ മീ ഇറ്റ്സ് റെലവൻറ്റ് ബിക്കോസ് ഇദ്ദേഹത്തിൻ്റെ മരണകാരണം എപ്പോഴും അറിയില്ല നമുക്ക്. മേ ബി കർമ്മയായിരിക്കാം, അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കാം. അപ്പം മരണകാരണം പുറത്ത് വരുന്നവരെ എന്ത് ഊഹാപോഹവും കോൺസ്പിറസിയും അല്ലെങ്കിൽ ഹിയർസൈസ് ഒക്കെ നമുക്ക് വെച്ചിട്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. ഓക്കെ, എന്താണെങ്കിൽ ശ്രീജിത്ത് സോമനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഫേസ്ബുക്കിൽ
ക്രിസ്റ്റൽ ഗ്രൂപ്പ് CJ റോയ് അലിഗേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കേണ്ട കാര്യമാണ്. ഇതിൽ പറയുന്നുണ്ട്, അതായത് 1990, അതായത് 2000-ൻ്റെ തുടക്കം 90-കളുടെ അവസാനമായിട്ടാണ് ഈ പറഞ്ഞ ക്രിസ്റ്റൽ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് ബാംഗ്ലൂരിൽ. പിന്നെ അവർ പെട്ടെന്ന് കേരളത്തിലേക്കൊക്കെ അങ്ങോട്ട് വൈഡ് സ്പ്രെഡ് ചെയ്യാണ്. ഏറെക്കുറെ വാർഷിക വിറ്റുവരവ് അന്ന് 520 കോടി രൂപ, 5200 മില്യൺ ആയിരുന്നു ഈ കമ്പനിയുടെ വിറ്റുവരവ്. 2014-15 സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രൊജക്റ്റുകളും പൊട്ടാൻ തുടങ്ങി. മനസ്സിലായോ? പൊട്ടാൻ തുടങ്ങി. അങ്ങനെ കമ്പനി താഴെ വീഴുന്നു. ഫൈൻ. പക്ഷേ അതിന് മുമ്പ് തന്നെ ബാങ്ക്രപ്റ്റായി, അങ്ങനെ അവർ ഭാര്യയും ഭർത്താവും അകത്ത് കടന്നു, അങ്ങനത്തെ ഒക്കെ കഥകൾ വേറെ ഉണ്ട്. ഇതിൽ പക്ഷേ ഈ റോയുമായിട്ടുള്ള ബന്ധം എന്താന്ന് പറയുന്നൊരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം, അത് ഞാൻ വായിക്കാം. ക്രിസ്റ്റൽ ഗ്രൂപ്പ് അദ്ദേഹം ഒരു മാനേജറായിട്ടാണ് CJ റോയ് തൻ്റെ കരിയർ ആരംഭിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ക്രിസ്റ്റൽ ഗ്രൂപ്പിലൊരു മാനേജറായിട്ട് ഈ പറഞ്ഞ CJ റോയ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചിട്ട് ഇപ്പോൾ ലാസ്റ്റ് ആ ഇൻ്റർവ്യൂവിൽ എന്താ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് നമ്പൂതിരിയോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ എങ്ങനെ ആയി എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തൻ്റെ വിപണന തന്ത്രങ്ങൾ, മാർക്കറ്റിംഗ് സ്കിൽസ്, HP-ലും ഇയാൾ മാർക്കറ്റിംഗ് സ്കിൽസും അയാളുടെ പ്രൊജക്ട് സ്കിൽസും കൊണ്ട് പിടിച്ചതെന്നാണ്. അങ്ങനെ കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹത്തിന് നിർണായക പങ്ക് വഹിച്ചത് കൊണ്ട് KK നമ്പൂതിരി റോയിയെ കമ്പനിയുടെ ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തി. അവിടെയാണ് കളി മാറുന്നത്. ഇത്രയും മില്യൺ ഡോളറിൻ്റെ, ഇത്രയും കോടിക്കണക്കിന് റവന്യൂ ജനറേറ്റ് ആവുന്ന കമ്പനിയിൽ ഈ ചങ്ങായി എന്തായി, ഭാര്യ ലതാ നമ്പൂതിരിയുടെയും KK നമ്പൂതിരിയുടെയും കൂടി ഡയറക്ടർ പദവിയിലേക്ക് എത്തുന്നു. പ്ലസ് പ്രോഫിറ്റ് ഷെയറിങ്ങിലൂടെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പല സുപ്രധാന തീരുമാനങ്ങളും പ്രൊജക്റ്റുകളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നതിനാലാണ് കമ്പനിയുടെ ലാഭവിഹിതത്തിലോ അധികാരത്തിലോ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. എങ്കിലും നിയമപരമായി അതൊരു കുടുംബ നിയന്ത്രിത കമ്പനിയായിരുന്നു. KK നമ്പൂതിരിയുടെയും ഭാര്യ ലതാ നമ്പൂതിരിയുടെയും ആയിരുന്നു പ്രധാന ഉടമകൾ. ഓക്കെ, ഇയാളെ മാനേജിംഗ് ഡയറക്ടർ ബോർഡിൽ വെച്ചു, പ്രോഫിറ്റ് ഷെയറിങ് കൊടുത്തു എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും കമ്പനിയുടെ മെയിൻ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെയിൻ ഓണേഴ്സായിട്ട് ഈ രണ്ടുപേരുണ്ടായിരുന്നു. അതിലാണ് ബാംഗ്ലൂർ പറയുന്ന ആ സെക്കൻഡ് സ്റ്റോറിയിലാണ് നമ്മൾ പിടിക്കേണ്ടത്, ലതാ നമ്പൂതിരിയായിട്ടുള്ള CJ റോയുടെ ബന്ധം. ഫൈൻ. അവിടെ നിന്നാണ് സർജാപുരയിലുള്ള ലാൻഡ് ഇയാളിലേക്ക് എത്തുന്നത്. ഇതാണ് ബാംഗ്ലൂർ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്റ്റോറി. അല്ലാതെ ഇയാൾ കിട്ടിയ ലാൻഡ് മേടിച്ച് പോകുന്നൊന്നുമല്ല. ഇയാൾ മറ്റേ രംഗണ്ണൻ കഥകളൊക്കെ ഇൻ്റർവ്യൂവിനകത്തിരുന്ന് CJ റോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കഥകളുമല്ല. ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് പൊളിഞ്ഞ് തകർന്ന് അതിനെ തകർത്ത് അവിടെ നിന്ന് പുതിയൊരു കമ്പനി ഉണ്ടാക്കിയ കഥയാണ്. അത് രംഗണ്ണൻ്റെ കഥയല്ല, അത് വേറെ ചതിയുടെ കഥയാണ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. കമ്പനിയുടെ സമ്പൂർണ്ണമായ എന്താ പറയുക എല്ലാ കാര്യങ്ങളും, അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും, ക്രിസ്റ്റൽ ഗ്രൂപ്പ് സ്ഥലം വാങ്ങിയതും എല്ലാ പരിപാടികളും അതിൻ്റെ തലച്ചോറ് കടന്നിരുന്നത് ഈ പറഞ്ഞ CJ റോയിലായിരുന്നു. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു, ക്രിസ്റ്റൽ ഗ്രൂപ്പ് വിട്ടു. അതായത് ഇത്രയും കാര്യങ്ങൾ വളരെ വിശ്വാസ്യതയോട് കൂടിയിട്ട് ഈ നമ്പൂതിരി ഈ പറഞ്ഞ CJ റോയിയെ ഏൽപ്പിച്ചപ്പോൾ CJ റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി വാങ്ങിയ പല പ്രൊജക്റ്റുകളും സ്ഥലങ്ങളും പരിപാടികളൊക്കെ CJ റോയുടെ ബിനാമികളെ വെച്ച് പീഡിപ്പിച്ചു. നിങ്ങളാലോചിക്കണം, ബിനാമികളെ വെച്ച് പീഡിപ്പിക്കുന്നു. അങ്ങനെ കണക്കും കാര്യത്തിലൊക്കെ മിസ്മാച്ച് വന്ന് ഈ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം മൊത്തം പൊട്ടിത്തകർന്ന് ഇല്ലാതാവുമ്പോൾ അവിടെ നിന്നാണ് CJ റോയ് എന്ത് ചെയ്യുന്നത്. അല്ലാതെ ഭാര്യ പറഞ്ഞത് കേട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊന്നുമല്ല. അത് പൊട്ടിപ്പൊളിച്ച് അതിൻ്റെ അടിവേര് തോണ്ടിയിട്ടാണ് അവിടെയുള്ള കമ്പനി സ്റ്റാഫുകളെ, അത് CJ റോയിനെ പറഞ്ഞല്ലോ ഇപ്പോൾ ഇൻ്റർവ്യൂവിനകത്ത് നിങ്ങൾ കേട്ടല്ലേ, കമ്പനി സ്റ്റാഫുകളെ വരെ വലിച്ച് അവിടുന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, പുതിയൊരു കമ്പനിയായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ കംസ് ഫ്രം വേർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ തകർത്ത് തരിപ്പണമാക്കി അവിടുന്ന് കിട്ടിയ ക്യാപിറ്റലും കൊണ്ടാണ് എന്ത് വളർന്നത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വളർന്നത്. കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, തിരിച്ചടി കിട്ടാതിരിക്കുമോ വരാതിരിക്കുമോ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഒന്നിനെ തകർത്ത് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തു, ഒന്നിനെ ഇല്ലാതാക്കിയിട്ട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഇതാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പും ഈ പറഞ്ഞ CJ റോയുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കണക്കുകൾ. കുറേ നിയമയുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവർ തമ്മിൽ, നമ്പൂതിരിയും ഈ പറഞ്ഞ
CJ റോയും തമ്മിൽ. ബൈ ദ വേ ആ നമ്പൂതിരി ഒരു മലയാളിയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എന്താണെങ്കിലും അങ്ങനെ കുത്തുവാളെടുപ്പിച്ചിട്ടാണ് ഈ വ്യക്തി ലൈഫിലെ ഇപ്പോൾ ഭാര്യ കല്യാണം കഴിഞ്ഞുകൊണ്ട് കാറ് മേടിച്ചു, 35ാമത്തെ വയസ്സിൽ ഒറ്റ രൂപ ലോണില്ലാതെ ഫ്ലൈറ്റ് മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തുടങ്ങാൻ ദുബായി പോയിട്ട് 100-200 പ്രൊജക്ട്സ്, അതായത് ഒന്നും വിറ്റ് പോവാതെ ഇത്രയും പ്രൊജക്റ്റ് തുടങ്ങാനുള്ള ബാക്കപ്പ് എവിടുന്ന് വരുന്നുള്ള ചോദ്യമൊക്കെ നമുക്ക് കോമൺ സെൻസിൽ തോന്നുകയും. അപ്പോൾ ഇതാണ് ഒന്ന് പൊളിച്ച് അത്രയും മില്യൺ ആസ്തിയുള്ള അത്രയും കോടികളുടെ ആസ്തിയുള്ള സാധനം പൊളിച്ച് അയാളുടെ ഭാര്യേൻ്റെ ഷെയർസ് അടക്കം എല്ലാം അടിച്ചു മാറ്റി പോന്നിട്ട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ആ കഥ പറയില്ലല്ലോ. ഇനിയിപ്പോൾ ആ കഥ പറയും. ഇപ്പം നമ്മൾ ഈ ഒരു വേർഷൻ പറയുമ്പോൾ തന്നെ പലരും വന്ന് കമൻറ്റ് ബോക്സിൽ തെറി പറയാം, ചീത്ത പറയാം. നോ വറീസ്. അറിയുന്ന കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി പോർഷൻസ് കൂടി നോക്കാം. ഈ റോയ് ആരാന്നറിയില്ല, കോൺഫിഡന്റ് ആരാന്നറിയില്ല. എന്തായാലും വൈറ്റ് പേപ്പറിൽ എഴുതി വാങ്ങിച്ചോളൂ സിഗ്നേച്ചർ. അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഞാൻ സൈൻ ഇട്ടു. പിന്നെ ഒരു കോൺട്രാക്ട് അയച്ചു. ഈ ഒരു സ്നേഹം അന്ന് ഞാൻ 5 ചോദിച്ച 40 കൊടുത്തുള്ളൂ. ഞാനായിരുന്നു ഐഡിയ സ്റ്റാൻസിന്റെ അന്നത്തെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോ ഞാനൊരു ലിമോസിനിൽ വരും, നിങ്ങൾ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടും. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇവനാരാണ്, ഇവനും പാട്ടിന് എന്ത് സംബന്ധം? ഒരു 20 പ്രാവശ്യം ഞാൻ വരാണ്ട് ഒരു ദിവസം, 20-25 പ്രാവശ്യം ടിവിയിലൂടെ വരും. അവർക്ക് സ്നേഹപൂർവ്വം. അങ്ങനെ ഞാനൊരു ഐഡന്റിഫൈഡ് പേഴ്സൺ ആയി, കോൺഫിഡന്റ് ഒരു ഐഡന്റിഫൈഡ് ബ്രാൻഡായി. അപ്പൊ സഡൻ ആയിട്ട് ഒരു ഞെട്ടിക്കൽസ് ഇല്ലേ ആൾക്കാർക്ക് കേൾക്കുമ്പോ, 40 ലക്ഷം, ഇയാൾ ആരാണ്, കോൺഫിഡന്റ് എന്താണ്? ഓവർനൈറ്റ് വി ബിക്കേം എ ബ്രാൻഡ്. ഗഫാർ തിരിച്ചും ദുബായിലേക്ക് വന്ന് റോഡ് ഷോ നടത്തി. ഓക്കെ, ഗഫാർ ഇസ് എൻ എക്സ്ട്രീംലി കേപ്പബിൾ പേഴ്സൺ. ഈ ട്രിപ്പിൽ എത്ര വിറ്റു എന്നറിയും? 100 എണ്ണം വിറ്റു. ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തി. ഈ പ്രോഗ്രാമിലൂടെ എത്തി. 100 ഫ്ലാറ്റ് വാസ് സോൾഡ് ഇൻ 3 days. അതായത് ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ ഈ ഒരു പ്രസ്ഥാനം, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ CJ റോയ് എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ നമ്മൾ അറിയുന്നത് ഇതിലൂടെ ആയിരിക്കും. ഏഷ്യാനെറ്റിലെ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ ആയിരിക്കും. കാരണം ഇങ്ങനെ പറഞ്ഞ പോലെ പാട്ട് പാടൂ, ഫ്ലാറ്റ് നേടൂ എന്നൊക്കെ പറഞ്ഞു അതുവരെ 5, 4, 2, 3 ലക്ഷം മാത്രം കൊടുത്തിരുന്ന റിയാലിറ്റി ഷോയ്ക്ക് 10, 50, 40 ഒക്കെ ഓഫർ ചെയ്ത് വരുന്ന ഈ മനുഷ്യനെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിൽ പ്രൊജക്ട്സ് നടക്കാതെ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ പ്രൊജക്റ്റ് നടത്താതെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഇട്ട് കേരളത്തിൽ പ്രൊജക്റ്റ് നടത്താമെന്ന് വിചാരിച്ച്, പക്ഷേ കേരളത്തിൽ നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ ഈ തീരദേശ നിയമങ്ങളൊന്നും പാലിക്കാതെയോ അത് നോക്കാതെയൊക്കെ പ്രൊജക്റ്റിന് പോയി മരടിൽ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ ഈ ഇൻ്റർവ്യൂവിൽ ഈ ഇദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ളൊരു ടെക്നിക്കൽ സാധനങ്ങൾ അന്ന് മുതലേ ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു എന്തോന്ന് അറിയുന്നുള്ള രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് തുടക്കകാലം മുതലേ ഇദ്ദേഹത്തിന് ടെക്നിക്കൽ വശങ്ങൾ വളരെയധികം കുറവാണ്. അതായത് നോളജ് വളരെയധികം കുറവാണ്. ഇദ്ദേഹത്തിനൊപ്പമുള്ള ടീമിന് വളരെയധികം കുറവാണ് തോന്നുന്നു. ഇത്രയും വലിയ സാമ്രാജ്യമായിട്ട് ഇപ്പോൾ ചിലരങ്ങനെയാണല്ലോ, സ്ട്രീറ്റ് സ്മാർട്ട് ലെവലിൽ ക്രൂക്കഡായിരിക്കും, മനസ്സിലായി, കള്ളത്തരവും വെട്ടിപ്പൊക്കെ കാണിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിന് അത്യാവശ്യം നോളജ് ഉള്ളവരും കൂടി ഒപ്പം കൂട്ടണ്ടേ? ഇപ്പോൾ ഈ IT റെയ്ഡിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ മര്യാദയ്ക്ക് ഒരു അഡ്വക്കേറ്റും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് അഡ്വക്കേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വിഷയം വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അവിടെ ഇയാൾ ലാക്ക് ചെയ്യുന്നുണ്ട് എവിടേക്കോ, ഇയാളും ഇയാളുടെ കമ്പനി. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും ദുബായിൽ ഇവർ ഒരു 100 പ്രൊജക്ട്സ്, ഫ്ലാറ്റിൻ്റെ വലിയൊരു പ്രൊജക്റ്റ് ഇട്ടു. ഒറ്റൊന്ന് വിറ്റ് പോകാതിരുന്ന സമയത്താണ് ഏഷ്യാനെറ്റിൽ വേറൊരു ഷോയ്ക്ക് ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നതും ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം പറഞ്ഞ മറ്റേ സാധനം ഏത്, എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ ഞാനങ്ങനെ ഉപയോഗിക്കാറുണ്ടോ, അതിന് ടീമുണ്ടോ, അല്ലെങ്കിൽ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞാൽ എന്താ, അതെ ഞാനങ്ങനെ PR കാര്യങ്ങളോ ചെയ്യാറില്ല, അല്ലെങ്കിൽ സെൽഫ് ബ്രാൻഡിങ് ചെയ്യാറില്ല, പക്ഷേ എല്ലാം തൊട്ടറിഞ്ഞെല്ലാം ചെയ്യാറുണ്ട് എന്നുള്ളത് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ പ്ലാനിങ് ആണ്. കാരണം അന്ന് വരെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഏഷ്യാനെറ്റിൽ സ്പോൺസർ ചെയ്യുന്നത് വരെ ഒരു റിയൽ എസ്റ്റേറ്റ് ടീമും ഒരു സാറ്റലൈറ്റ് ചാനലിൽ ഒരു റിയാലിറ്റി ഷോയിൽ കയറിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇത്രയും വലിയൊരു PR പരിപാടി കാണിച്ചിട്ടില്ല. അന്ന് മുതൽ തുടങ്ങിയ ജേണിയാണ് ഇദ്ദേഹത്തിൻ്റെ. അത് ലാസ്റ്റ് ബിഗ് ബോസ് വരെ എത്തി നിന്നു. അതിനിടയിൽ സിനിമ എടുത്തു. ഇതിലൊക്കെ ഇദ്ദേഹം കാണുന്നത് എന്താ, ഈ കഴിഞ്ഞ ഞാൻ അച്ചായൻ്റെ വീഡിയോ ചെയ്ത പോലെ ചാരിറ്റി ചെയ്യുന്നു, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ PR ആയിട്ടാണ് അദ്ദേഹം മാറ്റുന്നത്. സെയിം ഇവിടുത്തെ റിയാലിറ്റി ഷോസിനും ബാക്കി പരിപാടിക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നു, ബിസിനസ്സിൻ്റെയൊക്കെ അത് കൺവേർട്ട് ചെയ്യുന്നു. ദുബായിൽ ഒറ്റ വിറ്റ് പോകാത്ത പ്രൊജക്റ്റ് അടക്കം 100 പ്രൊജക്ട്സ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം കണ്ടിന്യൂസ്ലി ഈ പറഞ്ഞ ഷോയ്ക്ക് ഫണ്ട് ചെയ്തിട്ട് എന്തായി, ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് മിഡിൽ ഈസ്റ്റിൽ വളർത്തി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് മാത്രമുള്ളൊരു ചാനൽ, അവർ മാത്രമേ കുറച്ച് റിയാലിറ്റി ഷോസ് ഉള്ളൂ.
മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡാണ്. മലയാളികൾക്ക് നാടിൻ്റെ തനിമ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചാനലാണ്. ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിലുള്ളവരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ എടുക്കുക. സോ ഇൻവെസ്റ്റേഴ്സിനെയും കിട്ടി, ഇവരുടെ പ്രൊജക്റ്റുകളും വിറ്റുപോയി. 100 ഫ്ലാറ്റ് വിറ്റുപോകാത്ത സ്ഥലത്ത് 200, 201 എന്ന് പറഞ്ഞ കൗണ്ട് ഇട്ട് അതിലൊരു ഫ്ലാറ്റാണ് നജീബ് അർഷാദിന് കൊടുത്ത് വിന്നർക്ക്. എന്നിട്ട് 200 ഫ്ലാറ്റും വിറ്റ്. അങ്ങനത്തെ ബുദ്ധിജീവിയാണ് ഇയാൾ. എന്ത് പ്രമോഷനിലും സെൽഫ് PR-ങ്ങിലും ഈ മനുഷ്യൻ. മനസ്സിലായോ? അങ്ങനത്തെ ബുദ്ധിജീവി, ബ്രില്യൻ്റാണ് അങ്ങനത്തെ കാര്യത്തിൽ. അപ്പം അങ്ങനെ PR ചെയ്ത് തുടങ്ങിയ ഒരു ബ്രാൻഡ് ചെയ്ത് തുടങ്ങിയ ഒരാൾ, ഇദ്ദേഹത്തിൻ്റെ മരണം ഇന്ന് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിന് ഇടിവ് വരും എന്നുള്ളത്, അല്ലെങ്കിൽ ഇദ്ദേഹം കാണിച്ച ചതി അത് പുറത്തു വരും, അല്ലെങ്കിൽ ഇദ്ദേഹം കാണിച്ച കള്ളത്തരം പുറത്തു വരും എന്നുള്ള പേടി കൊണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതിനൊരു നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത്? അതായത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയൊരു ക്യാപിറ്റൽ, അതിൽ നിന്ന് വളർന്നൊരു വളർച്ച, ഇതല്ലാതെ ഇദ്ദേഹം ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു വലിയൊരു പ്രസ്ഥാനത്തിന് ഇപ്പോൾ എവിടുന്ന് ഫണ്ട് വരുന്നു? ഇന്ത്യയുടെ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് തന്നെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നുണ്ടോ? അവിടെ ആദ്യം IT ഒഫീഷ്യൽസ് ഡിസംബറിൽ പോയ സമയത്ത് ഒരു സ്ട്രോങ് റൂമിനകത്ത് കുറേ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാമത് റെയ്ഡിന് പോയത്. അതായത് ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്ക് ഇത് വെക്കേറ്റ് ചെയ്തു, സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അവർ നേരെ പോയി അവരെ ഫയൽസ് എടുക്കാനാണ് പോയത്. അതിലാണ് ചോദ്യം ചെയ്തത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ആ പ്രോസസ്സ് ഇപ്പോൾ സ്റ്റോപ്പായ പോലെ ആയില്ല ഇദ്ദേഹത്തിൻ്റെ മരണം കാരണം. സോ ഈസ് പ്രിപ്പയർഡ് ഫോർ ദിസ്. അതായത് ബ്രാൻഡിന് പ്രശ്നം പറ്റും, ഈ ഉണ്ടാക്കിയ ഇമേജ് പൊളിയും എന്നുള്ളൊരു പേടി. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ആ ഫയൽസിനകത്ത് എന്താ ഉള്ളത്? വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ടിൻ്റെ ഡീലുകളാണോ? ഇന്ത്യക്കകത്തുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടിയാണോ? എന്ത് ഫണ്ടിൻ്റെ തിരിമറിയുടെ കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നുള്ളത് പൊതുജനം അറിയണം. ഓക്കെ, ഈ റോയ് ആരാന്നറിയില്ല. കോൺഫിഡൻസ് സത്യം പറഞ്ഞാൽ മർഡിലത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ഇന്ത്യ ആയിരുന്നു. അതൊരു 5 ഏക്കർ പ്രോപ്പർട്ടി ആയിരുന്നു, ഒരു ഹൈ എൻഡ് അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ആയ ഒരു മൊമെന്റ് കൂടിയാണ്. ദുബായിൽ തന്നെ ലോഞ്ചിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 75 ഫ്ലാറ്റ് സെയിലായി, വെരി ഹൈ എൻഡ്. പഞ്ചായത്തിന് അപ്രൂവലും കിട്ടി, പണിയും തുടങ്ങി, പൈലിങ്. ഓക്കെ. ഇതിന്റെ ഇടയ്ക്ക് ആരോ വന്ന്, ഞാൻ ബാംഗ്ലൂരുകാരനാണ്, അപ്പൊ ബാംഗ്ലൂരിൽ CRZ ഇല്ല, കടലില്ല. അപ്പൊ CRZ ഇല്ല ബാംഗ്ലൂർ, കടലില്ലല്ലോ. ആരോ വന്ന് എന്നോട് പറഞ്ഞു, എനിക്ക് പുള്ളിയുടെ ഓർമ്മയില്ല പേര്, ഒരു കാലിക്കറ്റിൽ വന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ CRZ അപ്രൂവൽ എടുത്തിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ചോദിച്ചു CRZ എന്താണ്? അത് കോസ്റ്റൽ റെഗുലേറ്ററി സോണിങ് സോൺ എടുത്തോണ്ടോ? അപ്പൊ എന്റെ കൂടുതൽ സുഹൃത്തുമാരൊക്കെ പറഞ്ഞു, അതൊന്നും നാട്ടൊന്നും കാര്യമില്ല, എന്തോ ഒരു CRZ നമുക്ക് പണിയാം. എന്റെ തലയിൽ പുഴി കയറി, നാളെ പണി കിട്ടിയേക്കാം. അപ്പൊ ഞാൻ ഇതിനെ സ്റ്റഡി നടത്തിയപ്പോ ഇത് ഭയങ്കര വലിയൊരു സർപ്പാണ് ഈ CRZ, പ്രശ്നമാണ്. അപ്പൊ ഞാൻ എന്റെ ടീമിനോട് വിളിച്ചു പറഞ്ഞു, നമുക്കിത് ക്വാളിഫൈ ചെയ്യാം, ഇത് വേണ്ട, ഈ പരിപാടി വേണ്ട. ഓക്കെ. അങ്ങനെ എല്ലാരും അപ്സെറ്റ്. എന്താ സാർ ഇങ്ങനെ പറയണേ, ഇത് നല്ല സെയിലായതല്ലേ, ഹൈ വാല്യൂലും സെയിലായതാണ്. ഞാൻ പറഞ്ഞു ഇല്ല, വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല. അങ്ങനെ ഞങ്ങൾ കോർട്ടിൽ പോയി, കോർട്ടിൽ നിന്ന് ഫേവറബിൾ ഓർഡർ അന്ന് കിട്ടി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് വേണ്ട. ഓക്കെ, ഞാനൊരു കനിഷമായിട്ട് പറഞ്ഞു നമുക്കിത് വേണ്ട. അങ്ങനെ ഞങ്ങള് ദുബായിൽ വന്ന് പൈസക്ക് റിഫണ്ട് ചെയ്തു. ഫയലിംഗ് തുടങ്ങിയ പ്രോജക്റ്റ് ആണ്. അപ്പോ അതങ്ങനെ ക്വാളിഫൈ ചെയ്തു. ഇന്നും ആ ലാൻഡ് അവിടെ കിടപ്പുണ്ട്. ഞാനത് വിറ്റിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും പൈസയും തിരിച്ചു കൊടുത്ത് ക്വാളിഫൈ ചെയ്തു. ഏറ്റവും സക്സസ്ഫുൾ ആയ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോ 10 കൊല്ലം നിങ്ങൾ മുന്നോട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യും. ഇന്ന് എന്റെ ബിൽഡിംഗ് അവിടെ ഉണ്ടെങ്കിൽ എന്റെ ബിൽഡിംഗ് ആ ഡെമോളിഷനിൽ ഉണ്ടായിരിക്കുമല്ലോ. സത്യം. അപ്പൊ എന്റെ ബ്രാൻഡ് എന്തായിരിക്കും? അപ്പൊ ആൾക്കാർ പറയുന്നതാണ്, കോൺഫിഡന്റ് ആണ്, ഇതാണ്. ഉണ്ടാക്കിയ പേര് മൊത്തം അതിലൊന്നിൽ പോയാ. അപ്പൊ ഒരു 6th സെൻസ് വെച്ചിട്ട് ഞാൻ ക്വാളിഫൈ ചെയ്തതാണ്. ഇതൊന്നും നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഈ വ്യക്തി ബ്രാൻഡിനും ഈ പറഞ്ഞ അഭിമാനത്തിനും, ആ ബ്രാൻഡ് കൊണ്ട് ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിനും കൊടുക്കുന്ന വാല്യൂ എത്രയാണെന്നുള്ളതല്ലേ? അതായത് ഓക്കെ, അങ്ങേർക്ക് ഈ പറഞ്ഞ കോസ്റ്റൽ റെഗുലേഷൻ റൂൾസിനെ കുറിച്ചൊന്നും അറിയാതെ ഒരു പ്രൊജക്റ്റ് തുടങ്ങി. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു, ദുബായിലടക്കം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് വിറ്റുപോയ, അവരുടെ പൈലിംഗ് അടക്കം തുടങ്ങി എല്ലാ യൂണിറ്റ്സും വിറ്റുപോയ, കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രൊജക്റ്റ് ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ അതിന് ഈ
കോസ്റ്റൽ റെഗുലേഷൻ റൂൾസിൻ്റെ പ്രശ്നം വരാം എന്നുള്ളത് കണ്ടുകൊണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പ്രൊജക്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു, പുൾ ഓഫ് ചെയ്തു. എന്തുകൊണ്ട്? ബ്രാൻഡ് വാല്യൂ ഇടി എന്നുള്ള പേടിയുണ്ട്. അങ്ങനത്തെ പേടിയുള്ള മനുഷ്യനാണ്. അതായത് സെൽഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സാധനമുണ്ടല്ലോ, ഞാൻ ബ്രാൻഡാണ് എന്നുള്ള തോന്നലിൽ 24/7 ഇൻവെസ്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ സെൽഫ് ബ്രാൻഡിങ്ങിന് വേണ്ടി അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരാൾ, ഈ ഒരു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ തലയിലുള്ള ഈ ബ്രാൻഡിങ് സാധനങ്ങൾ കൊണ്ട് വളർത്തി കൊണ്ടുവന്നൊരു മനുഷ്യൻ IT റെയ്ഡിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടെത്തിയ ഈ പേപ്പറിനകത്ത്, ഓക്കെ, അല്ലെങ്കിൽ ഇയാൾ സ്വയം മനസ്സിലാക്കുകയാണ്, എൻ്റെ ഫണ്ടിങ് കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ എടുത്തു വെച്ച ഫണ്ടിങ്, എൻ്റെ ക്യാപിറ്റൽ ഫണ്ടിങ്ങിൻ്റെ സോഴ്സ് എവിടുന്നാന്നുള്ളത് റിവീലായ പണിവാളി, എൻ്റെ ബ്രാൻഡ് പൊട്ടും, എൻ്റെ ഇമേജ് പോവും, എന്നെ നാളെ വിലങ്ങ് വെച്ച് പുറത്തു കൊണ്ടുപോകും എന്നുള്ള തോന്നൽ ഇയാൾക്ക് അന്നു മുതൽ, അതായത് ഡിസംബർ മുതൽ ഇയാളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. ഇല്ലയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഈ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ മനുഷ്യൻ ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്നിട്ട് ഇതേ CJ റോയ് റെയ്ഡ് നടക്കുന്ന കാരണം കൊണ്ട് ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, ആ ടൈമിൽ, ഇത് കുറച്ച് മുന്നെടുത്ത് വെച്ച ഇൻ്റർവ്യൂ ആണ്, അന്നത് അപ്ലോഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. മനസ്സിലായോ? സോ ഹീസ് വെരി മച്ച് ബോധേഡ് അബൌട്ട് ഇറ്റ്. റെയ്ഡിനെ കുറിച്ച് ബോധേഡാണ്. പക്ഷേ റെയ്ഡിനെ കുറിച്ച് ബോധേഡാവുന്നത് എന്താ? ഒരു IT റെയ്ഡ്, ED റെയ്ഡാണെങ്കിൽ പിന്നെയും പറയാം. എഗെയിൻ ഐ എം ടെല്ലിങ് യു, IT റെയ്ഡാണിത്. IT റെയ്ഡിൽ ഇത്രത്തോളം പേടിക്കാനോ ബോധേഡാവേണ്ട കാര്യം സാധാരണ ഇല്ല. പക്ഷേ ഇതിൽ IT കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങൾ പുറത്ത് വരാൻ പോകുന്ന എന്തോ വലിയൊരു IT റിലേറ്റഡ് ആയിട്ടുള്ള, ഇയാളുടെ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിവീൽ ആകാൻ പോകുന്ന ഒരു ഐറ്റം, അത് ഈ ബ്രാൻഡിന് ഏറ്റവും വലിയ പേരുദോഷമാവുമെന്ന് തിരിച്ചറിഞ്ഞ, അതായത് ഈ ബ്രാൻഡ് ഉണ്ടാക്കിയ ഇതിൻ്റെ പിതാവ് തിരിച്ചറിഞ്ഞ വ്യക്തി, അയാൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 3 മണി എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം സ്വയം എന്തായിരുന്നു, ഇല്ലാതാവുന്നു. ഇങ്ങനെ ആയിക്കൂടെ? ചാൻസ് ഇല്ലേ? ബാക്കി കൂടി കാണാം. ഒരു ആൻട്രപ്രനർ, പുള്ളി സക്സസ്ഫുള്ളോ പുള്ളിക്കാരത്തി സക്സസ്ഫുള്ളോ അൺസക്സസ്ഫുൾ അങ്ങനെ ഒരു കാര്യം എവറി മന്ത് ഇറ്റ് വിൽ കം. അന്ന് നിങ്ങൾക്ക് ഉറക്കം ഉണ്ടാവില്ല. അതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു മാസത്തിൽ ഒരു ദിവസം അത് ഉണ്ടാവും. എല്ലാ മാസവും ഉണ്ടാവും. നിങ്ങൾ സക്സസ്ഫുൾ ആയാലും അൺസക്സസ്ഫുൾ ആയാലും ഊഹിക്കാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? സാലറി ഡേ കറക്റ്റ്. കണ്ട, പുള്ളിക്കറിയാം. ടീമിന് തോന്നുന്ന ആ സാലറി ഡേ എല്ലാവരുടെ ജീവിതത്തിലും വരുമല്ലോ, ഒരു ബിസിനസ്മാന്റെ ജീവിതത്തിൽ. അന്ന് ആ സാലറി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു പെയിൻ വേറെയാണ്. ഇപ്പൊ നിങ്ങൾ പറയണില്ല, ടീം ഷെയർസ് മൈ ഡ്രീം. സോറി ബ്രോ, ടീം വോൺ സാലറി ഓൾസോ. അതെ, when they get their salary on time, they share your dream. അത് they just walk away. അതായത് എഗെയിൻ ഞാൻ പറയുന്നു, ഇദ്ദേഹം ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് പൊളിയോ എന്നാണ്. ഇദ്ദേഹം ഈ പറഞ്ഞത് എന്താ, വളർന്നു വരുന്ന ഓരോ ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് നടത്തുന്നവരുടെയും ഒരു മാസത്തിൽ ഏറ്റവും പേടിപ്പിക്കുന്ന ദിവസം എന്താ? ആ തൊഴിലാളികൾക്ക് സാലറി കൊടുക്കാൻ പറ്റാതെ ആവുന്ന ആ ദിവസം, അതായത് ആ ബിസിനസ് പൊളിയുന്ന ദിവസം, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഫ്രീസ് ആവുന്ന ദിവസം. സോ ഇദ്ദേഹത്തിന് ആ പേടി മനസ്സിനകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ ഈ IT റെയ്ഡ് കാരണം ഫ്രീസ് ആയാൽ, ക്യാപിറ്റലായിട്ടുള്ള എല്ലാ പൈസകളും അല്ലെങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാ പൈസകളും എടുക്കാൻ പറ്റാത്ത രീതിയിലായാൽ, ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് സാലറി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ പിന്നെ CJ റോയ് ഇല്ല. അത്രയും അഭിമാനം ഈ പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് CJ റോയ് എന്ന് പറഞ്ഞ് നടത്തുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. ഈ വ്യക്തിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് IT പിടിച്ച പേപ്പറുകളിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ഇനി കൊടുക്കാൻ മടിച്ച പേപ്പറുകളിൽ ഉള്ളത് എന്ത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ. ആവേശം സിനിമയില് അമ്പാൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, രംഗണ്ണം മേടിച്ച് വെച്ച തരിശു ഭൂമിയിലാണ് ഇന്ന് പിന്നെ എയർപോർട്ട് കിടക്കുന്നത്. അതെ, ഏത് ബാംഗ്ലൂർ എയർപോർട്ട് കിടക്കുന്നത്. അതെ. ശരിക്കും അത് CJ റോയിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സിനിമയിൽ എനിക്കറിയില്ല കേട്ടോ. ശരിയാണോ? അല്ല, എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടർ ആരും സംസാരിച്ചിട്ടില്ല. ബട്ട് മൈ സ്റ്റോറി ഇസ് വെരി സിമിലർ. അതായിരിക്കാം നിങ്ങൾ ആ സിമിലാരിറ്റി കാണാൻ. ഓക്കെ, ഇത് നമ്മുടെ എയർപോർട്ട് വന്ന് ദേവനഹള്ളിയിലാണ്. ഇതേപോലത്തെ സ്റ്റോറി ഞാൻ സർജാപൂരിൽ ക്രിയേറ്റ് ചെയ്തത്. ഇതേപോലത്തെ തരിശുഭൂമിയിൽ എടുത്തിട്ടിട്ട് ഞാനത് സ്വർണ്ണമാക്കി ഡയമണ്ട് ആക്കി.
ഈ സർജാപൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇയർ 2001-2 6 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ മേടിച്ചിരുന്നത്. എന്നുവെച്ചാൽ 6000 രൂപ സെന്റിന്. ഇന്ന് എത്ര എന്നൊരു വില? 12 കോടി. ഇറ്റ് ഈസ് 200 times 20,000%. എയർപോർട്ടിന്റെ അടുത്ത് തരിശു ഭൂമി ഇപ്പോഴും നിങ്ങൾക്ക് 5-6 കോടിക്ക് കിട്ടും. പക്ഷെ സർജാപൂർ has gone to 12 crore. അതാണ് ഈ സ്റ്റോറി അറിയുന്ന ആൾക്കാർ പറഞ്ഞത് അതും ലിങ്ക്ഡ് ആണ്. അതായത് എഗെയിൻ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ സാധനത്തേക്കാട്ടോ ഞാൻ ഈ സാധനം വീണ്ടും വെച്ച് തന്നത് നിങ്ങൾക്ക്. അതായത് പലരും ഈ ആവേശം സ്ഥിരം ഇറങ്ങിയ സമയത്ത് ഇങ്ങനെയുടെ ഒരു റെഫറൻസ് പറഞ്ഞ് ഈ സർജാപുരയിലെ ഭൂമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെല്ലാവരും എഗെയിൻ മനസ്സിലാക്കേണ്ടത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്വത്തും സ്ഥലവും, അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ നമ്പൂതിരിയുടെ വൈഫിൻ്റെ അടക്കം ഹോൾഡിങ്സിൽ ഉണ്ടായിരുന്ന ഈ സ്ഥലവും എങ്ങനെ ഇയാളിലേക്ക് എത്തി എന്നുള്ളത് ഈ വ്യക്തി തന്നെ കുറച്ച് മുമ്പ് ഞാൻ പ്ലേ ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും എടുത്തോന്ന് പറഞ്ഞപ്പോൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ മുതലാളിമാർ വേറെ എന്തൊക്കെയോ എടുത്തിട്ട് പോയി, എനിക്ക് സർജാപുരയിലെ സ്ഥലം തന്നിട്ട് പോയി, ഞാനത് എടുത്ത് കൊണ്ടുവന്നു. എഗെയിൻ കൊച്ചിയിൽ കാക്കനാട് എന്തിനാ സ്ഥലം മേടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അന്നാട് വില പറഞ്ഞ് കിട്ടി, ഞാൻ മേടിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഇദ്ദേഹം ആ മൂഡിലത് സംസാരിക്കുന്നത്. നല്ല ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഐറ്റമാണ് ആ ഇരുന്ന് രണ്ടാമത് എന്തായത് ഇദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും വൈറ്റൽ പോയിൻ്റായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എടുത്ത് നോക്കേണ്ടത് ഈ കോൺസുലേറ്റ് ആയ കഥ, സ്ലോവേക്കിയ ആയിട്ടുള്ള ഒരു കഥ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ബ്രാഞ്ച് കൂടി നമുക്ക് നോക്കാം. ഇതിൽ 2017 സ്ലോവാക്യ എന്ന രാജ്യത്തിൻ്റെ ഭാരതത്തിലെ കൗൺസിൽ ജനറലായിട്ട് സി.ജെ. റോയ് മാറുന്നത്. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിവിടെ അന്ന് അയാളുടെ ഇപ്പോൾ 2017 എനിക്ക് തോന്നുന്നത് ഇതിട്ടുള്ളത് 2024 ഇട്ട വീഡിയോസാണ്. പക്ഷേ 2017 ആയിട്ടുണ്ട്, 2024 ഈ ഓഫീസിലൊക്കെ ഇരുന്ന വീഡിയോസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി സ്ലോവാക്യ യൂറോപ്പിലൊരു രാജ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമാണ് സ്ലോവാക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് അത്. അത്യാവശ്യം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ ഇട്ട് നോക്കിയാലോ നിങ്ങൾക്ക് സ്ലോവാക്യ എന്താണെന്നുള്ളത് മനസ്സിലാവും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധം, മയക്കുമരുന്ന് അടക്കമുള്ള കച്ചവടങ്ങൾ നടക്കുന്ന, കള്ളപ്പണം ഉപയോഗിച്ച് ആയുധ വ്യാപാരം വരെ നടക്കുന്ന സ്ഥലമാണ് സ്ലോവാക്യ. ഓക്കെ, അതിലൊരു ഡിപ്ലോമാറ്റ് ആവണം എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു കൗൺസിലായിട്ട് ഇന്ത്യയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു വേറെ ഡീലുകളിലേക്ക് ഡോക്ടർ റോയ് പോയിട്ടുണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു അന്വേഷണം നടത്തണം എന്നാണ് എൻ്റെ ഒരു കോൾ. ഓക്കെ, ഇനി ഈ സ്ലോവേക്കിയൻ ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ഓക്കെ റോയുടെ കയ്യിലേക്ക്, റോയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്റ്റുകളിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ നവംബർ 2025 നവംബർ ഡിസംബർ സമയത്ത് റോയുടെ ദുബായിലുള്ള ഫ്ലാറ്റിൽ പിന്നെ ദുബായിലുള്ള വേറെ പ്രോപ്പർട്ടീസിലൊക്കെ വെച്ചിട്ട് കേരളത്തിലുള്ള കുറേ മില്ലിനിയേഴ്സ്, കുറേ സെലിബ്രിറ്റീസ് എല്ലാവരും കൂടിയും ചേർന്ന്, രാഷ്ട്രീയക്കാരും സിനിമാക്കാരൊക്കെ ഉണ്ടായിരുന്നു, ചേർന്നിട്ടുള്ള കുറേ പാർട്ടീസും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അന്നു മുതൽ IT ആ കൂട്ടത്തിൽപ്പെട്ട പലരെയും ട്രാക്ക് ചെയ്ത് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ കേരളത്തിലുള്ള മേജർ കുറേ പ്രൊജക്റ്റുകൾ ഇവരെ ഓപ്പൺ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതിനുവേണ്ടി സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പരിപാടികൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഇവർ തോന്നിയ ആൾക്കാരെയാണ് ഇങ്ങോട്ട് വിളിച്ചത്. ദുബായിലേക്ക് സി.ജെ. റോയ് അന്ന് ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വിളിച്ചതെന്നുള്ളതൊക്കെ ഒരു സംഗതി പറഞ്ഞു കേൾക്കുന്നുണ്ട്. വോട്ടെവർ, ഇങ്ങനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ എവിടെയെങ്കിലും ഈ സ്ലോവാക്യയോ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്പിലെ എന്തെങ്കിലും രീതിയിലുള്ള വേറെ തരം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പൈസ, പരിപാടികൾ, ഇപ്പോൾ ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് ആയതുകൊണ്ട് ഒരു എയർപോർട്ടിലെ ആക്സസ് സുഗമമാവാനോ അല്ലെങ്കിൽ 10 ആളെ മുന്നിൽ ആർഭാടം കാണിച്ച് കൊടി വെച്ചൊരു വേറെ രാജ്യത്തിൻ്റെ കൊടി വെച്ച് നമ്മുടെ സ്വന്തം രാജ്യത്ത് നടക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ അതുകൊണ്ടോ ഒന്നും, അങ്ങനെ ഒരു രീതിയിൽ മാത്രം ഇതിൽ കണ്ട് ഇത്രയും ബുദ്ധിജീവിയായിട്ടുള്ള ഒരാൾ അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സ്ലോവാക്യൻ കോൺസുലേറ്റിലെ ഒരു പൈസ കൊടുത്ത് ഈ രാജ്യത്ത് ഭാരതത്തിലൊരു കൗൺസിലാവും എന്നുള്ളത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ എനിക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല. സോ എഗെയിൻ ഞാൻ പറയുന്നു, സ്ലോവാക്യൻ ബന്ധം ഡെഫിനറ്റ്ലി അത് അന്വേഷിക്കണം. ആൻഡ് IT എന്ത് ഡോക്യുമെൻറ്റ്സ് ആണോ ഈ വ്യക്തിയുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തിയത്, ആ ഡോക്യുമെൻറ്റ്സിൽ റോയ് പേടിച്ചിരുന്ന എന്താണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വെരി നെക്സ്റ്റ് ഡേ, ഇന്നലെ ഇടേണ്ടതായിരുന്നു. പക്ഷേ ആ വ്യക്തിയുടെ ചടങ്ങുകളൊന്നും കഴിയാത്തത് കൊണ്ട് മാത്രം ഹോൾഡ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. ഹോപ്പ് ലൈക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളെ സംശയങ്ങളും കൂടി എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ പേഴ്സ്പെക്റ്റീവ് ഒന്നുമല്ല. ചാരിറ്റി ചെയ്യുന്നവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ദൈവം, നന്മമരം, ചാരിറ്റി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പരിപാടി എന്ന് വിചാരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കൈ കൊണ്ട് 4 ആളെ അടിച്ച് 10 ചോരയും വീണ് 4 ആളെയും പറ്റിച്ച് ഈ കൈ കൊണ്ട് ചാരിറ്റി ചെയ്താൽ അത് നിങ്ങളെ നന്മപരമാക്കില്ല, നല്ലവനാക്കില്ല എന്നുള്ളൊരു ബോധം തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ആൻഡ് കർമ്മ വിൽ ഹോണ്ട് യു ലൈക്ക് ഹെൽ.